ഹായ് ഫസീല. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങളെയൊക്കെ കാണാൻ വന്നതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ചരിത്ര നിമിഷമാണല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഈ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണെങ്കിലും എന്തേ കുട്ടികളെ വെച്ച് പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അപ്പോൾ ആ നിമിഷത്തിൽ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? കുട്ടികളെ വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് തന്നെയാണ്. വീട്ടിൽ ഒറ്റക്കാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു 12 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ നിന്ന് വിട്ടു നിന്ന ആളാണ്. 12 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊരു പഠനത്തിലേക്ക് എന്ന് പറഞ്ഞു വരുന്നത്. അത് ആദ്യമായിട്ടൊരു PSCക്കാണ് ട്രൈ ചെയ്തത്. അത് എയിംസിനെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ഞാൻ കേട്ടത് ഈ എയിംസിൻ്റെ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. പ്രസീന മേഡം ആവട്ടെ, അതുപോലെ നമ്മൾ ബാലകൃഷ്ണൻ സാർ, എല്ലാവരും ഇവിടെയുള്ള എയിംസിലുള്ള എല്ലാവരും ഒരു സഹായത്തിലാണ് ഇന്ന് ഞാൻ ഈ റാങ്കിലെത്തിയത്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഈ ഒരു എയിംസ് സ്ഥാപനത്തിനോട് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ആരായിരുന്നു? അത് തീർച്ചയായിട്ടും എനിക്ക് പ്രസീന മാമിനാണ് കൂടുതലായിട്ടെന്ന് പറയാം. മാമിൻ്റെ ആ ഒരു സംസാര രീതിയിൽ നമ്മൾ പഠിക്കണ്ടെന്ന് വിചാരിച്ചൊന്ന് കിടന്നാലും ഉറക്കം വരില്ല. കാരണം അപ്പോൾ എണീറ്റ് പഠിക്കണം എന്ന് തോന്നുകയാണ്. ജോലി വേണ്ടേ? പിന്നെ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു മക്കളെ പോലെയാണ്. അത് ഉപദേശിക്കുക. പിന്നെ ലാസ്റ്റ് മാം അങ്ങോട്ട് ഹീറ്റായി പോവുകയാണ്. അപ്പോൾ നമ്മൾ മാം വീട്ടിലൊരു ഉമ്മമാർ പറയുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയാണ്. അപ്പോൾ ആ ഒരു ഇത് സിനിമ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാനൊന്ന് മുൻതൂക്കമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതെ, ആ ലാസ്റ്റ് ലൈവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ ഒപ്പത്തിനൊപ്പമായിരുന്നു മാഡം ഉണ്ടായിരുന്നത്. അത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു PDF ഒക്കെ തന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കൽ. അതൊക്കെ നന്നായിട്ട്, അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. എല്ലാവരും കാണാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ, നിങ്ങൾ എൻ്റെ ഒരു സന്തോഷത്തിൽ ഇവിടെ ഒന്ന് പങ്കുചേരാന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് മക്കളൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ഇവിടെ എത്തിയത്. എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ഈ ഒരു വിജയത്തിൽ എന്താ ഫീൽ ചെയ്യുന്നത്? നല്ല സന്തോഷം. അപ്പോൾ എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഇങ്ങോട്ട് വന്നതിൽ, ഞങ്ങളെല്ലാം കണ്ടതിൽ. എനിക്ക് നിങ്ങളെയും കാണുമ്പോൾ നമ്മുടെ മക്കൾ ഇത്രയും നല്ലൊരു വിജയം നേടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു അധ്യാപികയാവാൻ കഴിയട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു മാം.